ലൈഫിൽ വിജയിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ആ മാനുഷികമായിട്ടുള്ള കഴിവൊന്നുമില്ല. എല്ലാവരും എല്ലാവരെ പോലെ തന്നെയാണ് ജനിക്കുന്നത്. ശരിക്കും അവരുടെ മുന്നോട്ടുള്ള ലൈഫിൽ ഒരു 6 സ്കില്ല് മാസ്റ്റർ ചെയ്യുന്നതിലൂടെയാണ് അവർ ആ ലെവലിലേക്ക് എത്തുന്നത്. നമുക്കത് ഓരോന്നായിട്ട് പറയാം. ഒന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ പാറ്റേൺ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുള്ള ആളുകൾ, നമ്മുടെ ജീവിതം, നമ്മുടെ ബിസിനസ്സിൽ എല്ലാത്തിലും ഒരു പാറ്റേൺ ഉണ്ട്. അതൊരു ഷെർലക് ഹോംസിനെ പോലെ നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. ഉദാഹരണമായിട്ട് ചില ആളുകൾക്ക് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. അപ്പോൾ ഞാനൊക്കെ ഒരു സമയത്ത് സുബഹിക്ക് ശേഷം വർക്ക് ചെയ്തിരുന്ന സമയങ്ങളുണ്ട്. പിന്നീട് അത് മാറിയിട്ട് ഈവനിങ്ങിലാണ് എനിക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരുന്നത്. ഇത് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രധാനപ്പെട്ട നമ്മുടെ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാഫുകൾ ചില പീരീഡിൽ, ചില ടൈം പീരീഡിൽ എന്തായിരിക്കും അവരെ എഫിഷ്യൻസി കുറവായിരിക്കും. അത് ആ ഒരു പാറ്റേൺ കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ അത് റിസോൾവ് ചെയ്തിട്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടാനും പറ്റും, നമുക്ക് റിസൾട്ട് കൂടുതലാക്കാനും പറ്റും. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് സ്റ്റീവ് ജോബ്സ് ആണ്. 1990 അദ്ദേഹം ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്തു, ഒരു പാറ്റേൺ കണ്ടെത്തി. ഈ ടെക്നോളജി എന്ന് പറയുന്നത് ചെറിയ ഉപകരണങ്ങളിലേക്ക് മാറുന്നതായിട്ട് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെയാണ് അദ്ദേഹം ഐപോഡും ഐഫോണും എല്ലാം ഇറക്കുന്നത്. നമ്മൾ ശരിക്കും നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിരീക്ഷിക്കണം. എന്നിട്ട് അതിൽ നിന്നിട്ട് നമുക്ക് ബെനിഫിറ്റ് ആവുന്ന തരത്തിലുള്ള പാറ്റേൺസ് കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത്.